السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ വേദിയിലുള്ള മുദരിസ് ഉസ്താദ്, സദർ ഉസ്താദ് അടക്കമുള്ള ഉലമാക്കള്, അതുപോലെ ജമാഅത്ത് പ്രസിഡന്റ് അടക്കമുള്ള നാട്ടു നേതാക്കന്മാർ, നല്ലവരായ മുഅ്മിനീങ്ങള്, മുഅ്മിനാത്തുകള്, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ ഈ മഹത്തായ ബന്ധം നമ്മുടെ ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഒരു കാരണങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ മനസ്സിൽ അടങ്ങിക്കിടക്കുന്ന എല്ലാ വിഷമങ്ങള്, വേജാറുകള്, പ്രയാസങ്ങള്, കുടുക്കുകള്, കഷ്ടങ്ങള് എല്ലാം ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വാള് ചൊല്ലോകോ എൻചിതിൻ്റെതൊന്നും അല്ല, അത് കണ്ട് നിയമിച്ച വ്യക്തിങ്ങല്ല വാള് ചൊല്ലോകൊണ്ടു. മഹാനായ നമ്മുടെ എല്ലാമായ ഉന്നരായ കൂറത്തങ്ങളുടെ മോണു മസൂദ് തങ്ങൾ നമുക്ക് വന്നിട്ട് ദ്വാർക്കുമുണ്ട്. എല്ലാം അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ. ആ മജ്ലിസിൽ ബുട്ടുബുട്ടിട്ട് തേക്കിടത് അത് കാണുകയും ചെന്ന ബാക്കി നിലക്ക് അതിലെ ഹദീസല്ല ചെന്നെങ്കിൽ ചിലപ്പോൾ ബേജാറായി പോകും. കാണുക അത്ര ചന്തയില്ല. കാരണം എന്തിനാ ചെന്നെങ്കിൽ ഒരു നിസാരമായിട്ട് കാണ്ട ഒരു വസ്തുവായിട്ട് കിടി എറുമ്പൂറ്റലുടെ ഒരു സാമാന. ആ എറുമ്പ് എവിടെങ്കിലും ഒരു ദൂരത്തിൽ ഒന്ന് ബാക്കിയായെങ്കിൽ അത് പോയിട്ട് പിന്നെ അതിലെ കൂട്ടത്തേക്ക് കൂട്ടരുത് സാധാരണ ഞങ്ങൾ കണ്ടുകൊണ്ടുള്ള. അപ്പൊ എന്നതുപോലെ ചെമ്മ ആൾ എവിടെ കൂട്ടും അവിടെ പോയിട്ട് കൂടും, അവിടെ തേക്കും. അതായിട്ട് മജ്ലിസിന്റെ ഏറ്റവും വലിയ ബർക്കത്ത് അള്ളാഹു കബൂല് ചെയ്യുമാറാകട്ടെ. ഞാൻ നക്കിനിക്കൽ വാത് ചൊല്ലുമ്പോൾ ചില ആൾ വിചാരിക്കും മലയാളത്തിൽ ചെന്നെങ്കിലല്ല. കാരണം ഈ മലയാളം എന്നുള്ളത് എവിടത്തോളം ചെന്നെങ്കിൽ അതൊരു ബഹുമാനമായിട്ട് കാണേണ്ട ഒന്നായിട്ട്. ഒരു സാധാരണ ഒരു തങ്ങള് നല്ല മലപ്പുറ ഭാഷയിൽ പൽക്കറിഞ്ഞെങ്കിൽ ആ തങ്ങ വലിയ തങ്ങാട്ട്, ആ തങ്ങ വലിയ കാര്യമായ തങ്ങ. നക്കിനിക്കൽ പൽക്കറിഞ്ഞെങ്കിൽ ആ തങ്ങത്തിൽ റെസ്പെക്ട് കുറവ്. കാരണം എന്താ, ഭാഷ നക്കിനിക്കൽ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ഭാഷയല്ല ഒന്ന്, അതിലൊന്നും വേറെ കൊറടിയില്ല. ഞാൻ നെനപ്പാക്കിക്കൊണ്ടുള്ളത് ഞങ്ങളെ കാർക്കള ഭാഗത്തൊരു പള്ളിയുണ്ട്. പ്രായത്തെ പേര് വേണമെങ്കിൽ സെപ്പറേറ്റ് കേട്ട്. പണ്ട് കാലത്ത് അവിടെ ഒരു കുഞ്ഞുമോണ് മുസ്ലിയാർ ചെന്നിട്ട് അവിടെ ഇമാമത്തേക്ക് നീണ്ടെത്തു. നോക്കുമ്പോ ആ പള്ളിയിൽ ഫുള്ള് ജമാഅത്ത് ഫുള്ള് അനഫിങ് ആയിട്ട്. അപ്പോ ഇമാം നീണ്ട തയമ്മലും പെരകത്തിൽ സപ്പങ്ങല്ല വാര കണ്ടോണ്ടിരിക്കുമ്പോ ഇയാൾക്ക് ഉറുദു ഭാഷ കൊന്തില്ല. ഇയാളപ്പൊ തുളുല് പൽക്കറിഞ്ഞത് സരി ഉന്തില്ല എന്തു എന്തിരെ സരി ഉന്തില്ല ചൊല്ലുമ്പോൾ കുഴപ്പമേ ഗാലട്ടമേ എന്തിരെ അയാള് പള്ളിയിലൊൽക തുളു വൽക്കറിഞ്ഞിട്ട്. ഇങ്ങനത്തെ കാല ഭാഷയുടെ മേല് മാത്ര ഒരു പ്രാമുഖ്യം കൊടുക്കേണ്ട ഒരു കാലല്ല പണ്ട്. ഇന്ന് ഇംഗ്ലീഷിൽ ഒരു പക്ക ഒരുത്ത ഉറുദി ചെന്നെങ്കിൽ അവന് വലിയ ഒരു നിസാരമായിട്ട് കാണേണ്ട പലക്കാൽ ഇന്ന്. പക്ഷെ ഭാഷ എന്നുള്ളത് പ്രാമുഖ്യവും ബഹുമാനമുള്ളത് അറബി ആയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന പലക്ക അറബികളത്ര ബഹുമാനം, അറബി ഭാഷകളുള്ളത്ര ഒരു താല്പര്യം, അറബി ഭാഷത്തുള്ളൊരു ഗൗരവം വേറെ ഒരു ഭാഷകുമില്ല. നീ എത്ര ഇംഗ്ലീഷ് പഠിച്ചെങ്കിലും എത്ര മേഖലക്ക് എത്തിയെങ്കിലും പക്ഷെ അറബി ഭാഷയ്ക്ക് ഇന്നത്ര ബഹുമാനം വേറെ ഒന്നുമില്ല. കാരണം ഒന്ന് അറബിയും ഹബീബായ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലത് ഞാൻ അറബി ആയിട്ട് കേൾക്കും. നന്റെ ഭാഷ അറബി ഭാഷ ആയിട്ട്. രണ്ടാമത്തത് സ്വർഗത്തെ ഭാഷ അവിടെ ഇംഗ്ലീഷ് അല്ല, കന്നഡ അല്ല, ഹിന്ദി അല്ല, പിന്നെ അവിടെ അറബി ഭാഷ ആയിട്ട് സ്വർഗത്തെ ഭാഷ.
മൂന്നാമത്തത് അല്ലാഹുവിന്റെ കലാം ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, വുളു ഇല്ലാണ്ട് തൊടുക അധികാരമില്ല. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ അത് അറബി ആയിട്ട് കിട്. അപ്പൊ അറബിയുടെക്കാൾ വലിയ ബഹുമാനമുള്ള ഭാഷ ലോകത്ത് ഒന്നും ഇല്ല. അറബികായിട്ട് കിട് വലിയ പ്രാധാന്യമുള്ളത്. ഏതായാലും അള്ളാഹു ഞങ്ങളൊക്കെ നല്ലത് മനസ്സിലാക്കുകയും നല്ലത് ചിന്തിക്കുകയും അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. മാഷാ അല്ലാഹ്, കുപ്പേട്ടി ജമാഅത്തിൽ ഒരുപാട് നല്ല നല്ല സംഘടനകൾ, ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഘടനയായിട്ട് കിട് മുസ്ലിം ജമാഅത്ത് SYS. മാഷാ അല്ലാഹ്, ചെമ്മ നല്ല നല്ല കാര്യക്രമ കാഴ്ചവെച്ചിട്ട് സമുദായത്തിന് ഒരുപാട് ഗുണങ്ങൾ കാട്ടിക്കൊടുത്തോണ്ടുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ഇനിയും നല്ല നല്ല കാര്യക്രമ നടത്തുകയും മുസ്ലിം സമുദായത്തിന് നല്ല നല്ല കാഴ്ചവെക്കുകയും അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്തിനാ ചെന്നെങ്കിൽ നിയത്തായിട്ട്, നീയത്തുക്ക് തക്ക ബർക്കത്തും ചെന്നിട്ട് പണ്ട് ചെന്നതുപോലെ ഏതൊരു സ്വറ നല്ല രൂപത്തിൽ എത്തണമെങ്കിൽ അതിന്റെ തുടക്ക നീയത്തായിട്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നീയത്ത് കൊണ്ടായിട്ട് ഉണ്ട് മക്ക ലോകമാകെ അറിയപ്പെട്ട ഒരു കേന്ദ്രമായിട്ടും മുസ്ലിമീങ്ങളെ ഏറ്റവും വലിയ അനുസ്മരിക്കുന്ന പക്കായിട്ടുള്ളത് അത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നീയത്തായിട്ട്. അതുപോലെ തന്നെ ബീബി മറിയം റളിയല്ലാഹു അൻഹയുടെ ബഹുമാനവും മഹത്വവും മനസ്സിലാക്കിയത് ബീബി മറിയം റളിയല്ലാഹുവിന്റെ ഉമ്മ ഹന്നത്ത് ബീബി റളിയല്ലാഹുവിന്റെ നീയത്തായിട്ട്. അങ്ങനെ ഏതൊരു കാര്യക്രമം വിജയിക്കണമെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നീയത്ത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ചെന്നോണ്ട് പണ്ടത് അൽഹംദുലില്ലാ ഇത്രത്തോളം നല്ല നല്ല നിലക്ക് ഈ സംഘടന നല്ല നല്ല കാര്യക്രമങ്ങളുടെ കാഴ്ച വെച്ചത് ഇതിന് പിന്നിലുള്ള നീയത്തായിട്ട്. അതുകൊണ്ട് ഇനും നാ ചെന്നോണ്ടുള്ളത് ഞങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും ഇഖ്ലാസോടുകൂടെ അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ട നിലക്ക് ചെയ്യണമെന്നുള്ള ഒരു നീയത്ത് ഞങ്ങളെ കൽബിൽ വീണ്. ഏത് വിഷയങ്ങളും മുത്തഅല്ലിമീങ്ങളാണെങ്കിൽ ഇൽമു പഠിക്കുമ്പോൾ ഫസ്റ്റ് നീയത്ത് വെക്കും. പണ്ട് കാലത്ത് മുത്തഅല്ലിമീങ്ങളെ നീയത്ത് പിന്നെ വെച്ചോണ്ടിട്ട്. പണ്ടത്തെ ഉസ്താമാരുടെ നീയത്ത് പഠിക്കോക്ക് പോകുമ്പോ നീയത്ത് ഇല്ലാന്ന്. എന്തേ നാനടക്കം നന്റെ വിഷയം ചെല്ലത് നന്റെ ഓതോക്ക് കൂട്ടി കേന്ദ്രീകൊണ്ടുണ്ടാം. ഞാൻ ചെറിയ വാരി പാർശ്വ ജോറിന്ത് പാർച്ച ഭാര്യ ജോലിത്ത് നന്റെ നേന്ത്രിക്കും നന്റെ ഔത്തുള്ളൂ ആയോണ്ടില്ല. അപ്പൊ ഒരു തീരുമാനം എടുത്തത് കൊണ്ടിട്ട് എവിടെ ഒരു ദർസ് കാണും. ചില ആളെ നീയത്ത് പണ്ട് കാലത്ത് ചെമ്മ മക്ക ബടുത്തോകല്ല ഭാര്യ കഷ്ട, മൈഷത്തുകല്ല ഭാര്യ കഷ്ട, വേണമായ പോലെ മക്കളെ ബൾത്തോകാവില്ലേ. അപ്പൊ കൊണ്ടിട്ട് എവിടെ ഒരു ദർസ് കാക്ക. ഈ രൂപത്തിലുള്ള നീയത്തിണ്ട്. പിന്നെ അങ്ങല്ല വലിയ വലിയ ആലിമായത് എപ്പോ കൊണ്ടുണ്ടാ അവിടെ പോയാൽ പിന്നെ അങ്ങ് നീയത്ത് വെച്ചത്. എവിടെ അവിടെ പോയാൽ പിന്നെ നീയത്ത് വെച്ചത് എന്നതുപോലെ ഇണ്ടത്തെ മുത്തഅല്ലിം ഇങ്ങോട്ട് ചെല്ലത് അങ്ങനത്തെ ഒരു കാരണം നിങ്ങൾക്കൊന്നും ഇല്ല. നിങ്ങൾ തുടക്കത്തിൽ തന്നെ നീയത്ത് വെക്കണം. ഞാനൊരു ഉഖ്റവിയായ ആലിമാകണം, ഞാനൊരു മുത്തഅല്ലിമാകണം. കാരണം നിങ്ങളെ വലിയ സ്നേഹിക്കിട ആൽമാറായിട്ടിക്കിട് കുപ്പേട്ടി ജമാഅത്ത് എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതത്തിൽ അൽഹംദുലില്ലാഹ് എവിടും ഞാൻ അഭിമാനത്തിൽ ചെന്നുകൊണ്ടുള്ള 30 മുത്തഅല്ലിമീങ്ങൾക്ക് ഔത്തുല് ചോറ് കൊടുക്കുന്ന ഒരു മഹല്ലിന്നെങ്കിൽ ഇണ്ട് പരിസരത്ത് അത് കുപ്പേട്ടി ജമാഅത്ത് ചെന്നിട്ട് എവിടും ഞാൻ പ്രഖ്യാപിക്കൂ തയ്യാറുണ്ട്. അല്ലാഹു അതൊക്കെ തക്കതായ പ്രതിഫലം രക്ഷിതാക്കളായ നിങ്ങൾക്കും അതുപോലെ ഉമ്മ പെങ്ങന്മാർക്ക് അല്ലാഹു കൊടുക്കുമാറാകട്ടെ. ഇനിയും ദീനിയായ നിലക്കുള്ള വെളിച്ചം അല്ലാഹു തആല ഇവിടെ നിലനിർത്തട്ടെ. അപ്പൊ ഞാൻ ചെന്നോണ്ടുള്ളത് നീയത്തായിട്ട്. നീയത്ത് സമയില്ലെങ്കിൽ എല്ലാം പോയി. ചില ആൾ നല്ല നല്ല കാര്യക്രമങ്ങളെ കാഴ്ചയിൽ കണ്ട്, പക്ഷെ അവസാനം നോക്കുമ്പോ അവിടെ എന്തുമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ നീയത്ത് സമയമില്ല. എവിടത്തോളം ചെന്നെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നിട്ട് സ്വഹാബത്ത് ചൊല്ലി രണ്ട് ആൽമാർ പരസ്പര തൽവർ പിടിച്ചിട്ട് ബാള് പിടിച്ചിട്ട് രണ്ടാള് യുദ്ധം ചെയ്ത് അതാള് ഒരാള് മരണപ്പെട്ടു പോയിട്ട് അപ്പലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന പലക അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. ഇത് മുത്തഅല്ലിമീങ്ങൾക്കല്ല കൊന്തിക്കു റിയാദുസ് സാലിഹീൻ നിയത്തര ബാബിലുള്ള ഒരു ഹദീസായിട്ട് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് രണ്ട് ആള് പരസ്പര യുദ്ധം ചെയ്തിട്ട് ഒരാൾ അതിൽ എന്തായിട്ട് മരണപ്പെട്ടു പോയിട്ട് അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന പലക അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി
സ്വഹാബത്തീ, കൊന്നവനും കൊല്ലപ്പെട്ടവനും രണ്ടാലും നരകത്തിലായിട്ടിക്കിടി. മുഅ്മിനീങ്ങളെ ഞാൻ ഇവിടെ ചെന്നോണ്ടുള്ളത് കാഴ്ചയിൽ നല്ല 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 സ്വറജമ്മാക്കിടാറ്, നല്ല പ്രവർത്തന കാണ്ടി, നല്ല ദീനിയായ നിലക്ക് മനുഷ്യന്മാരെ കാണ്ടി. പക്ഷേ അവന്റെ അവസാനം പല നിലക്ക് ഞങ്ങൾ കണ്ടോണ്ടുള്ള കാരണം എന്തിനാ? അവന്റെ നീയത്ത് സമയില്ല. അവന്റെ നീയത്തിൽ എന്തോ ഒരു തകരാറുണ്ടു. ചെമ്മ നിസ്കരിക്കലോടെ സംബന്ധിച്ച് സുബ്ഹാനല്ലാഹ്, അവൻ മോശമായ നിലക്ക് അവസാനം എത്തുമ്പോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അവന്റെ നീയത്ത് സമായിട്ടില്ല. ഇങ്ങനെ ഞങ്ങളെ കൂട്ടത്തിൽ ചെമ്മാൽമാറ് കാണ്ട മനുഷ്യക്ക് പേന്മായിട്ട്, മനുഷ്യന്മാർ നല്ലത് ചെല്ലുകേന്മായിട്ട്, മനുഷ്യന്മാർ നല്ല നിലക്ക് ബഹുമാനിക്കുകേന്മായിട്ട്, മനുഷ്യന്മാരുടെ കണ്ണ് കെട്ടുകേന്മായിട്ട് നല്ല നല്ല പ്രവർത്തന ചെയ്തെങ്കിൽ മോനെ അത് പ്രതിഫലമില്ല. ആ പ്രവർത്തനത്തിന് ആക്കിബത്തില്ല, ആ പ്രവർത്തനത്തിന് നല്ല ഒരു അവസാനം ഇല്ല. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നത്, കൊന്നവനും കൊല്ലപ്പെട്ടവനും രണ്ടാളും നരകത്തില്. അപ്പൊ സ്വഹാബത്തുക്ക് സംശയം വന്നു പോയിട്ട്, യാ റസൂലല്ലാഹ്, കൊന്നാള് നരകത്തേക്ക് പോകേണ്ടത് ഞങ്ങൾ സമ്മതിക്കിട. കാരണം ഒരാളെ വെറുതെക്ക് കൊന്നല്ലേ, കൊന്ന കാലത്തിൽ അവള് നരകത്തേക്ക് പോകേണ്ടത് ഞങ്ങളെ മനസ്സിൽ വല്ല സമ്മതം ഉണ്ടു. പക്ഷെ കൊല്ലപ്പെട്ട ആളുണ്ടല്ലേ, അവന്റെ അവന്റെ വാളുടെ ഏറ്റ് വീണ് മരിച്ച ആളില്ലേ, അവന് എങ്ങനെ നരകത്തിൽ നബി? അപ്പോഴായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന പലക്ക സ്വഹാബാ, ഇവന് കൊന്നെങ്കിലും പക്ഷേ ഇവൻ മരിക്കിടേക്ക് മുന്നോലോ അവന്റെ കൊള്ളണുണ്ടെന്ന നീയത്തിലല്ലേ ഓണുന്നത്. പക്ഷേ ഇവൻ ഓന്റെ കൊള്ളിടേക്ക് മുന്നോലോ അവൻ ഓന്റെ കൊന്നു. പക്ഷേ ഓന്റെ മനസ്സിലുള്ള നീയത്തെന്തിന് കൊണ്ടുണ്ടാ, അവന്റെ കൊള്ളണുണ്ടല്ലേ എന്നതുപോലെ മുഅ്മിനീങ്ങളെ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, ഞങ്ങളെ എല്ലാ അമലും നീയത്ത് കൊണ്ടായിട്ട് കീട്. അൽഹംദുലില്ലാഹ്, ഈ റായത്തില് ഞങ്ങളെ SYS ഇതുപോലെ തന്നെ മുസ്ലിം ജമാഅത്ത് അടക്കമുള്ള നല്ല നല്ല സംഘടനകൾ നല്ല നല്ല കാഴ്ച ഇവിടെ വെച്ചോണ്ടുണ്ടു, സമുദായത്തിന് വേണ്ടി കാട്ടിക്കൊടുത്തോണ്ടുണ്ടു, പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് എടുത്തോണ്ടുണ്ടു. അല്ലാഹു തആല ഇതെല്ലാം സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എന്റെ പലക്കനാ നിപ്പാട്ടിക്കൊണ്ടുള്ള അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നാലക്കലി 3 നാളത്തെ കാര്യക്രമം ഇഹ്റാം കെട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് 8 ഗಂಟೆಗೆ നിങ്ങൾ വന്നെങ്കിൽ 10-10:30 കെട്ടാകുമ്പോൾ നിങ്ങൾക്ക് പിരിയാം. കാരണം അപ്പൊ എല്ലാത്തും റാഹത്ത്. സുബൈ നിസ്കാര ഖളാവുകയില്ല, തഹജ്ജുദ് ഒഴിവാകുകയുമില്ല. അതിനേക്കാൾ വലിയ പ്രധാനപ്പെട്ടത് എന്തിനു കൊണ്ടുണ്ടാ, ഞങ്ങളെ ചെറിയ മക്ക പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന ഇൽമു, അങ്ങനെ ഏതെങ്കിലും ഒരു ബാബ് ഒരു ഇൽമു ഞങ്ങളെ വയല് കൊണ്ട് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കട്ടെ. കാരണം ബാബി മിൻ ഇൽമിൻ ലഹു ഫളുൻ അലാ മിയതി റുഖയ്യതിനാ ഫിലാ. ഞങ്ങളെ സൗകര്യം പോലെ ഇവിടെ നോക്കിയിട്ട് 12 കണ്ടത്തോളം വാൾ ഊർദിയെല്ലാം ആക്കിയിട്ട് മക്ക പോയിട്ട് 4 ഒരു കിതാബ് ഓതുമ്പോൾ തൂങ്ങിപ്പോയിട്ടെങ്കിൽ അതിന് നഷ്ടം ചിലപ്പോൾ ഞങ്ങൾ അനുഭവിക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാം കൂടി മഗ്രിബ് ഇപ്പൊ വേഗം ആവിടും, 10 കണ്ടാകുമ്പോൾ എല്ലാ കാര്യക്രമം തീർക്കുള്ള ഒരു അവസരം ഉണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ തന്നെ നാളത്തോളം എല്ലാവരും സഹകരിച്ചിട്ട് ഞങ്ങളെ കാര്യക്രമം എല്ലാവരും വിജയിപ്പിക്കണം. അല്ലാഹു തആല നല്ല വിജയിപ്പിക്കേണ്ട കാര്യക്രമത്തെ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് പ്രഗൽഭ വാഗ്മി മുള്ളൂർക്കാരെ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആവേശം. ഇൻഷാ അല്ലാഹ് എല്ലാവരും 8 ഗಂಟೆಗೆ ഞങ്ങൾ ആ കാര്യക്രമം തുടങ്ങിയിട്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് വന്നിട്ട് എത്തണു. നാളക്കലി അൽഹംദുലില്ലാഹ് ജലാലിയ റാത്തീബും ആ മജ്ലിസിലും വന്ന് കൂടണു. എല്ലാം അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ചെന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധ നാമം കൊണ്ട് ഈ മഹത്തായ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.